ഒരു പ്രതിപക്ഷം എങ്ങനെയാകരുത് എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് കോൺഗ്രസ് എന്ന പാർട്ടി. തലപ്പത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് താഴോട്ട് വരെ ആർക്കും ലവലേശം സാമാന്യ മര്യാദ പോലുമില്ല. രാജ്യം ദുഃഖത്തിലും ഭീതിയിലും ഒക്കെ കഴിയുമ്പോഴും തമാശ പറയാനും മറ്റുള്ളവരെ പഴിചാരാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചത് തന്നെ. തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയ സമൂഹ മാധ്യമ പോസ്റ്റ് പിൻവലിച്ചിട്ടും വിവാദത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു കിടക്കാനാകാതെ ഇരിക്കുകയാണ് കോൺഗ്രസ്. വിമർശനം ഈ ഘട്ടത്തിൽ അംഗീകരിക്കാനാകില്ല എന്ന് ഇന്ത്യ സഖ്യ പാർട്ടികൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പാക് ശബ്ദമാകുന്നത് അവസാനിപ്പിക്കണമെന്ന് BJP രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇത് എന്ന് മായാവതി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ നടത്തിയ നീക്കം തകിടം മറിക്കുന്നതായിരുന്നു AICC സമൂഹ മാധ്യമ വിഭാഗത്തിലെ നടപടി. ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് മുങ്ങുന്നവർ എന്ന തലക്കെട്ടോടെ പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത ചിത്രം ഉൾപ്പെടുത്തി ഇറക്കിയ പോസ്റ്റർ നേതൃത്വത്തിന്റെ അറിവോടെ അല്ല എന്നാണ് പാർട്ടി പറയുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ ചുമതലയുള്ള സുപ്രിയ സിൻവൈനേറ്റിനെ നേതൃത്വം ശാസിച്ചതിന് പിന്നാലെ പോസ്റ്റർ പിൻവലിക്കുകയും ചെയ്തു. പ്രവർത്തക സമിതി യോഗം പാസാക്കിയ പ്രമേയം അടിസ്ഥാനമാക്കിയാകണം പ്രതികരണമെന്നും വ്യതിചലിച്ചാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ PCC-കൾക്കും നേതാക്കൾക്കും കർശന നിർദ്ദേശവും നൽകി. പ്രിയങ്ക ഗാന്ധിയും നിർദ്ദേശം X-ൽ പങ്കുവച്ചു. വിദ്വേഷം എന്ന വിഷവിത്തിനെ നശിപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്തെ കോൺഗ്രസിന്റെ നടപടി അംഗീകരിക്കാനാകാത്തതാണ് എന്ന് TNC-യും RJD-യും ശിവസേനയും SP-യും JMM-ഉം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിനെ ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് BSP അധ്യക്ഷ മായാവതി പ്രതികരിച്ചു. സർക്കാരിനെയും രാജ്യത്തെയും എതിർക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസ് മറന്നുവെന്ന് BJP വിമർശിക്കുകയായിരുന്നു. 1971 വാജ്പേയി ഇന്ദിരാഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ 2025 കോൺഗ്രസ് പാകിസ്ഥാനെ പ്രീതിപ്പെടുത്തുകയും പ്രധാനമന്ത്രി മോദിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ജേർ ഷെർഗിൽ X-ൽ കുറിക്കുകയായിരുന്നു.